അഹങ്കാരമേ, നിന്റെ പേരോ എം.എ. വർഗീസ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ലൂസിഫറിന്റെ ദാസൻ, അതാണ് എം.എ. വർഗീസ് എന്ന ദ്രവ്യദാസന് ചേർന്ന വിശേഷണം. ഇനി നിങ്ങൾ കാണുവാൻ പോകുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഈ അഹങ്കാരിയിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവോ അതോ ലൂസിഫറോ എന്ന്. വിളക്കായി ദൈവമായ കർത്താവ് ഈ അപ്പോസ്തലനെ നമുക്കായി, ഇന്ത്യൻ ചർച്ചിനായി, ലോകരാജ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. തന്നിൽ നിന്ന് പഠിപ്പാൻ ധാരാളമുണ്ട്. തൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ഒരു ചലിക്കുന്ന സെക്കൻഡ് ബൈബിളായി പാസ്റ്റർ എം.എ. വർഗീസ് ആയിരിക്കുമ്പോൾ ദൈവകൃപയാൽ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം. തന്നിൽ നിന്ന് കടന്നു വരുന്ന ശബ്ദം ദൈവശബ്ദമായി ഏറ്റെടുക്കാം. എന്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് ബേഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. ഇന്നൊരു ഓണറി ആണെങ്കിൽ ഒരു ഡോക്ടറേറ്റും കൊണ്ടിരിക്കാനും 4-5 ഡിഗ്രി എന്റെ കയ്യിലുണ്ട്, എഞ്ചിനീയറിംഗ് ഡിഗ്രി. ഒരു സയന്റിസ്റ്റ് എന്ന പോസ്റ്റിൽ, ജൂനിയർ സയന്റിസ്റ്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ ഒടുവിൽ ജോലി ചെയ്തത്. കേഴ്സ് ബ്രേക്കിംഗ് നടന്നതോടുകൂടെ സിനിമാശാലകളുടെ വരുമാനം 30% കുറഞ്ഞുവെന്ന് എനിക്ക് സാക്ഷ്യമുണ്ട്. ഫോറിൻ ലിക്കർ ഷോപ്പുകൾ 50% ക്ലോസ് ചെയ്തുവെന്ന്, അവരുടെ വരുമാനം 50% കുറഞ്ഞുവെന്ന് എനിക്ക് റിപ്പോർട്ടുണ്ട്. ദീർഘായുസ് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. അല്പായുസ്, ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ പ്രായം തികയാതെ മരിക്കുക എന്നത് ശാപത്തിന്റെ ലക്ഷണമാണ്. അടുത്തത് പാരമ്പര്യ രോഗങ്ങൾ ശാപത്തിന്റെ ലക്ഷണമാണ്. ഞാൻ ഇന്ന് പകൽ ഒന്നുകൂടി എടുത്തു പറയട്ടെ. എൻ്റെ അപ്പൻ ഹൃദയരോഗിയായിരുന്നു, ഇടയ്ക്ക് ചത്തുപോയി. ഞാനും ഹൃദയരോഗിയാണ്, ഞാനും പോക്കാണ്. വല്യപ്പനും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഇന്നല്ല നാളെ ആയിരിക്കും ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അത് ബ്രേക്ക് ആയിരിക്കും. 12ാമത്തെ വയസ്സ് മുതൽ ഈ 79ാം വയസ്സ് വരെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യും. ഇതിനിടയിൽ സീരിയസ് ആയ രോഗവും സർജറിയും ഒക്കെ ആയി ഇരുന്നു പോയ ഒരു വർഷത്തിനടുത്ത ഒരു കാലഘട്ടമുണ്ട്. അത് അന്ന് ആക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിയാതെ. എത്ര വർഷം മുമ്പായിരുന്നു അത്? 8 വർഷം കഴിഞ്ഞു. അന്ന് ഏറെക്കുറെ ഒരു വർഷത്തോളം. എന്നാലും 4ാമത്തെ മാസം ഞാൻ കൺവെൻഷന് പോയി. എനിക്കൊന്ന് സർജറി കഴിഞ്ഞതിന്റെ 3 മാസം കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ കുവൈറ്റിന് പോയി. കുവൈറ്റിൽ അവിടെ ശുശ്രൂഷിക്കാൻ ഇടയാക്കി. എങ്കിലും ഏറെക്കുറെ ഒരു വർഷം ഒരു ഗ്യാപ്പ് എന്ന് പറയാം, വിത്ത് എക്സെപ്ഷൻസ്. ദൈവം ആളുകളെ തന്നു. എന്റെ സാക്ഷ്യം സൂക്ഷിക്കണം എന്നെന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് താല്പര്യമുണ്ടായി. ലൂസിഫറിന് ഉൾപ്പെടെ ആർക്കും എന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഒരു കറുത്ത പാട് കൊണ്ടുവരുവാൻ കഴിയരുതെന്നും, കാര്യം ഞാൻ ഉയർത്തുന്നത് യേശുവിന്റെ നാമത്തെ ആകയാൽ യേശുവിനെ പോലെ നിഷ്കളങ്കനായി ജീവിക്കണമെന്നും ഒരു താല്പര്യം എന്റെ അകത്ത് കയറിയിരുന്നു. ദൈവത്തിന്റെ കരുണയാൽ ഒരു ദിവസം ഒരു ഇൻഫർമേഷൻ കിട്ടി. വേറൊരു പാസ്റ്റർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിലെ ഇന്നാരും ഞങ്ങളുടെ ചർച്ചിൽ വന്നു തുടങ്ങി, നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ എന്ന്. എന്റെ മൂത്ത മോൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, അങ്കിളെ പേട്ടുതേങ്ങായ, ഇവിടുന്ന് പെറുക്കി കളയാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന പേട്ടുതേങ്ങായ, അങ്കിളിന് സ്ഥലവേദനയായിരിക്കും, ഇത് കൊണ്ടുപോകരുത് എന്ന് പറയാം. ഒരിക്കല് എന്നെക്കുറിച്ച് വ്യാജമായ കുറെ പരസ്യങ്ങൾ പത്രങ്ങളിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ മഞ്ഞപ്പത്രങ്ങളിൽ വന്നതിനെ തുടർന്ന് ഒരു ക്ലറിഫിക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് തിരുവല്ലയിൽ വെച്ചൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി. ആ പ്രസ് കോൺഫറൻസിൽ ഇന്ന് ജീവനോട് ഇല്ലാത്ത ഒരു മനുഷ്യൻ, ആ ശപിക്കപ്പെട്ടവന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല, ഈ ഇവരുടെ റെപ്രസെന്റേറ്റീവ് ആണ്, എന്നോട് ചോദിച്ചൊരു ചോദ്യം, അച്ഛാ എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് പറ. ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്ര കാഴ്ച കീറിയതും മുഷിഞ്ഞതും ചുരുണ്ടതുമായ പന്ന നോട്ടുകൾ അല്ല, മാന്യതയുള്ളതും നമ്മെ കൊണ്ട് കഴിയുന്നത്ര ദൈവത്തിന് നല്ലതും കൊടുക്കണം എന്ന് ഞാൻ പ്രസ്താവിച്ചു. ആ പന്ന എന്ന പദം അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് സഹോദരന്മാരുടെ പുറകിൽ കൊണ്ട് ഒട്ടിച്ച് പന്ന നോട്ടിന് പകരം പന്ന സഹോദരന്മാരാക്കിയ വിരുദ്ധത്തരമാണ് ഈ ദൈവവിരുദ്ധർ. മെഷീനുണ്ട്, നോട്ടുണ്ട്, സർവീസസ് ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ 2ാമത്തെ മോൻ എന്ന് പറഞ്ഞ, ഡാഡി ഈ പന്നം പിടിച്ച ആളുകൾ കൊണ്ട് നോട്ട് വിട്ടേച്ചു പോകും, ഇത് എണ്ണയും തേച്ചും തൂത്തും വിഷമിച്ചു, ഞാൻ വേറൊരു മെഷീൻ കണ്ടുപിടിച്ചു. ഞാൻ അന്ന് ഉപയോഗിച്ച പദം പിച്ചക്കാശല്ലെന്ന്. പിച്ചയും രണ്ടും രണ്ടാണ്. പിച്ച എന്നത് അപമാന സഹിതം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. മാന്യമായി ഇത് കൊടുക്കാൻ പഠിക്കണം. ഞാനൊരു പിച്ചയല്ല, ഞാൻ ദൈവത്തിന് കൊടുത്തത് എനിക്കുള്ളതിലെ ഏറ്റവും മാന്യം, എനിക്കുള്ളതിലെ ഏറ്റവും നല്ലതാണ്. ഞാൻ അത് തന്നെയായിരിക്കും ദൈവത്തിന് കൊടുക്കുന്നത്. ഞാൻ ആ പദത്തിൽ തെറ്റ് ഇന്നും കാണുന്നില്ല. ഞാനത് അങ്ങനെ തന്നെ പറയാറുള്ളൂ. ഇനിയും അതിനകത്ത് എനിക്കൊരു മാനസാന്തരം ഇല്ല. അത് ബാങ്കിൽ പോയി പ്രത്യേകം പറഞ്ഞ് പുതിയ നോട്ട് കെട്ടോടെ എടുത്തുകൊണ്ട് വരും. ചോദിച്ചാൽ വേറെ ആർക്കും കൊടുക്കത്തില്ല. സ്തോത്രകാഴ്ച ഇടാൻ മാത്രം ആ നോട്ട് എടുക്കും, അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാനാണ്. എന്റെ പിള്ളേരെ സന്തോഷിപ്പിക്കേണ്ടതിന് നല്ല നോട്ട് കൊടുക്കണമെന്ന് എനിക്ക് അറിയാമെങ്കിൽ പിച്ചക്കാശും സ്തോത്രകാഴ്ചയും രണ്ടും രണ്ടാ. പിച്ചക്കാശും സ്തോത്രകാഴ്ചയും രണ്ടും രണ്ടാ. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ട് വേലയെടുത്ത് സഭയ്ക്ക് വേണ്ടി കൊണ്ടു കൊടുത്തു. എം.എ. വർഗീസ് ചെയ്യുന്നുണ്ട്. പൗലോസ് ദൈവത്തിന്റെ 1ാം കെട്ടിലേത്, ഞാൻ 2ാം കെട്ടിലേതൊന്നും ഇല്ലല്ലോ. ഒറ്റ ദിവസം 3000 പേർ സഭ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. ഒറ്റ ദിവസം വിശ്വസ്തർ എന്ന് കരുതിയിരുന്ന 10-20 ശുശ്രൂഷകന്മാരും എന്റെ കൈകൊണ്ട് സ്നാനപ്പെട്ടവർ അധികവും
ഉള്ള 3000-ഓളം മെമ്പേഴ്സ് ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ, ഒരു ചെകുത്താന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആ വ്യക്തിയെ ചെകുത്താനാണ് ഉപയോഗിച്ചത്. സഭ വിട്ടുപോകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതിൽ ഒരാൾ അങ്ങ്. എന്നെക്കുറിച്ച് ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, നിനക്ക് കോടികളുടെ സ്വത്ത് ബാംഗ്ലൂരിലുള്ളതായിട്ട് അറിഞ്ഞു, നിനക്ക് ഒരുപാട് വസ്തുവകകൾ ബാംഗ്ലൂരിലുള്ളതായിട്ട് അറിഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കുള്ളത് മുഴുവനും ഇവിടെ തന്നേക്കാം, എന്റെ പേരിൽ എന്തെല്ലാം ബാംഗ്ലൂരിലുണ്ടോ അത് മൊത്തം താങ്കളുടെ പേര് എഴുതി തന്നേക്കാം, 1 കോടി രൂപ എനിക്ക് തരുമോ? അവൻ മഹാ കളിപ്പീരിലായിരിക്കും, കാര്യം അവന്റെ മുക്കാലും നഷ്ടമാണ്. എന്റെ പേരിൽ ഒന്നുമില്ല. എന്റെ പേരിൽ ദൈവത്തിന്റെ കരങ്ങളിൽ എന്റെ പേരിൽ 1 സ്ക്വയർ ഇഞ്ച് ഭൂമി ബാംഗ്ലൂരിലില്ല. എന്റെ അപ്പൻ്റെ ദൈവദാസന്മാർ സോഷ്യൽ മീഡിയയിൽ പോകുന്നതായിട്ട് എനിക്ക് അറിവില്ല. ദൈവദാസന്മാരെന്ന് നടിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. ദൈവദാസന്മാർ സോഷ്യൽ മീഡിയയിൽ പോകുന്നതായി എനിക്ക് അറിവില്ല. ദൈവദാസന്മാരെന്ന് നടിക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്, കാര്യം അവർ യൂട്യൂബിന്റെ പണം ഉണ്ടാക്കാനാണ് പോകുന്നത്. MA വർഗീസിന്റെ അതരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെ വിളിച്ചു പറയുന്നു ഇദ്ദേഹം ആരാണ് എന്ന്. ഇനി ശ്രീ റോണിയുടെ വാക്കുകളിലേക്ക്. MA വർഗീസ് എന്ന പാസ്റ്ററെ കുറിച്ച് ഇതിനു മുമ്പ് 1-2 തവണ ITY ന്യൂസിലൂടെ സംസാരിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് 2 പ്രാവശ്യവും സംസാരിച്ചത് ശരിയായിട്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശരിയായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ തെളിവായിട്ടാണ് ആദ്യമേ കൊടുത്തിരിക്കുന്ന വീഡിയോ. കഴിഞ്ഞ ദിവസം MA വർഗീസുമായിട്ടുള്ള ഒരു അഭിമുഖം കാണുവാനായിട്ടിടയായി. ആ അഭിമുഖ വീഡിയോയുടെ അടിയിൽ ചില ന്യൂജൻ പെന്തക്കോസ്തുകാർ എന്ന് തോന്നിക്കുന്ന ചിലർ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഭിഷക്തൻ്റെ അത്ഭുത നിമിഷങ്ങൾ എന്നൊക്കെയാണ്. അവർ അത്ഭുതം എന്നാണോ അതോ ആ ഭൂതം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സംശയമായിട്ട് തോന്നി. എനിക്ക് തോന്നിയത് ഒരു ലൂസിഫറിൻ്റെ അഹങ്കാരം എന്നാണ്. നുണകളുടെ പിതാവായ സാത്താൻ തൻ്റെ നുണപറച്ചിൽ 33-ാം അധ്യായത്തിൽ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് യേശു സാത്താനെ വിശേഷിപ്പിച്ചത് നുണകളുടെ പിതാവെന്ന്. പിന്നെ സാത്താൻ്റെ മറ്റൊരു സ്വഭാവമാണ് നിഗളഭാവം. ഇത്തരത്തിലുള്ള നിഗളഭാവങ്ങളാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ ദർശിച്ചത്. മരിച്ചു പോയവരെയും സ്വന്തം സഭ വിട്ടുപോയവരെയും ഈ ലൂസിഫർ ഏത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾ കണ്ടു നോക്കുക. ഈ ലൂസിഫർ വർഗീസിനെയാണ് ചില പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്നവർ വലിയ അഭിഷക്തൻ എന്ന് പറഞ്ഞ് മുൻപോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം എല്ലാ പെന്തക്കോസ്തുകാരും ഇല്ല, ചില ന്യൂജൻ പെന്തക്കോസ്തുകാർ, കാരണം അവർക്ക് അനുഭവങ്ങളില്ല. സത്യത്തിൽ നിങ്ങൾ ഈ അഭിഷക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഇദ്ദേഹം ഞങ്ങളുടെ അഭിഷക്തൻ എന്ന് പ്രഖ്യാപിക്കുന്നത്? ഇദ്ദേഹം ഞങ്ങളുടെ അഭിഷക്തൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ ദൈവം എന്നാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അഭിഷക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് മശിഹ, ക്രിസ്തു എന്നീ പേരുകളിലാണ്. ഇത് എത്ര ന്യൂജൻ പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്നെനിക്കറിയില്ല. ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടാണോ നിങ്ങൾ ഈ അഭിഷക്തൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നിഗളഭാവത്തിലും അഹങ്കാരത്തിലും നിൽക്കുന്ന ഈ ലൂസിഫർ വർഗീസിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? MA വർഗീസ് എന്ന സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനായ ഈ ലൂസിഫർ ഈ അഭിമുഖത്തിലൂടെ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നവർ ഏലിയൻസുമായി ടൈപ്പ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ വിമർശിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, ഏലിയൻസ് എന്നുള്ളത് കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്നേ വരെ ഒരു ഏലിയൻസിനെ നേരിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു ഏലിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല. ഈ ലൂസിഫർ വർഗീസ് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ലോകത്തിലെ ചലിക്കുന്ന സെക്കൻഡ് ബൈബിൾ എന്നാണ്. ദ്രവ്യാഗ്രഹിയായ ഈ MA വർഗീസിനെ പോലെ ഒരു പാസ്റ്റർ ആകണമെങ്കിൽ നല്ലതുപോലെ കള്ളങ്ങൾ പറയാൻ അറിയണം, പല കള്ളങ്ങളെ സത്യമാക്കി അവതരിപ്പിക്കാൻ അറിയണം, വിടുവായ്ത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പറയാൻ അറിയണം, മറ്റുള്ളവരെ പുച്ഛിക്കാൻ പഠിക്കണം, നന്നായി അഭിനയിക്കാനും അറിയണം. ഇവിടെ ഈ ലൂസിഫർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് സഭ ഇദ്ദേഹത്തിൻ്റെ ആണെന്നാണ്. ആയിരിക്കാം, എനിക്കറിയില്ല. കാരണം ഞാൻ മറ്റുള്ള മലയാളി പെന്തക്കോസ്തുകാരുടെ സഭയിലെ ആൾക്കാരുടെ കൗണ്ട് എടുത്തിട്ടില്ല. മാത്രമല്ല MA വർഗീസ് അവകാശപ്പെടുന്നത് അദ്ദേഹം ഒരു ഹോണറി ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. കൂടാതെ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ 5 ബിരുദങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു ജൂനിയർ സയൻറ്റിസ്റ്റ് കൂടിയായിരുന്നു എന്നാണ്. ഇതൊക്കെ ആയിരിക്കാം, കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റുകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ അഭിമുഖ വീഡിയോയിൽ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു.
ഇദ്ദേഹം 60 തവണ ബൈബിൾ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് വായിച്ചു തീർത്തിട്ടുള്ള ആളാണെന്നാണ്. പക്ഷേ ആ കാര്യത്തിൽ മാത്രം എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. 60 പ്രാവശ്യം ബൈബിൾ വായിച്ച എം.എ. വർഗീസിന് 6ാം ക്ലാസ്സുകാരൻ്റെ ബൈബിൾ പരിജ്ഞാനം പോലുമില്ല. അതിൽ യാതൊരു സംശയവുമില്ല. എം.എ. വർഗീസിനെ കുറിച്ച് എനിക്ക് തോന്നിയത് അദ്ദേഹം ദൈവത്തെ വിറ്റ് മറ്റുള്ളവരെ കൊള്ളയടിച്ച് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് യാതൊരു കാര്യവും ബൈബിൾ സംബന്ധമായിട്ട് അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ തോന്നാനായിട്ടുള്ള ഒരു വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെന്തക്കോസ്ത് തലത്തിൽ സത്യസന്ധമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും വചനസത്യങ്ങളും വിളിച്ചു പറയുന്ന കുറച്ച് പാസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ മെസ്സേജ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹം സംസാരിക്കുന്നതും ഈ ലൂസിഫർ വർഗീസ് സംസാരിക്കുന്നതും സത്യസന്ധമായിട്ടുള്ള ഈ തലത്തിൽ നിൽക്കുന്ന മറ്റുള്ള പാസ്റ്റർമാർ സംസാരിക്കുമ്പോഴും എനിക്ക് ആ വ്യത്യാസം തോന്നുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ ലൂസിഫർ വർഗീസിനെ പോലെ ആകാൻ ശ്രമിക്കരുത്. നിങ്ങൾ അങ്ങനെ ആകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹം കള്ളങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്ന വീഡിയോ അതിൻ്റെ തെളിവാണ്. ഇദ്ദേഹം ഇവിടെ അവകാശപ്പെടുന്നത് ഇദ്ദേഹം നടത്തിയ കേഴ്സ് ബ്രേക്കിംഗ് ശുശ്രൂഷ കാരണം ഇന്ത്യയിലെ സിനിമാ തിയേറ്ററുകൾ പകുതിയോളം അടഞ്ഞു, വിദേശ മദ്യഷാപ്പുകൾ അടഞ്ഞു എന്നൊക്കെയാണ്. ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്ന കണക്കാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇദ്ദേഹം നടത്തിയ കേഴ്സ് ബ്രേക്കിംഗ് ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. ആ ഒരു വീഡിയോ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ആക്ഷേപിച്ചതുകൊണ്ടാണ് അന്ന് എനിക്ക് ശബ്ദം ഉയർത്തേണ്ടി വന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ കേഴ്സ് ബ്രേക്കിംഗ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ബാധകമല്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ അമ്മാവന് അടുപ്പിലുമാകാം എന്നുള്ള പഴഞ്ചൊല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് രോഗം വരുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ്, അതായത് പാരമ്പര്യ രോഗം. അങ്ങനെ പാരമ്പര്യ രോഗം കൊണ്ട് ഈ സയൻറ്റിസ്റ്റായ ഈ ലൂസിഫറിൻ്റെ പിതാവ് ഇടയ്ക്ക് ചത്തുപോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സാധാരണയായി നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ മരിച്ചുപോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ചത്തുപോയി എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മാവന് അടുപ്പിലുമാകാം. മാത്രമല്ല ഈ കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹവും തട്ടിപ്പോകുമെന്നാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതുവരെയും കേഴ്സ് ബ്രേക്കിംഗ് നടന്നിട്ടില്ല. കാരണം ഈ മെസ്സേജ് ഒരു 4-5 വർഷം മുമ്പുള്ളതാണ്. അതുവരെയും കേഴ്സ് ബ്രേക്കിംഗ് നടന്നിട്ടില്ല. അപ്പം നാളെ അത് നടത്തുമെന്നുള്ളതാണ്. ആ മുന്നിലിരിക്കുന്ന അടിമക്കുഞ്ഞാടുകൾ അന്നേരം എണ്ണീറ്റ് ചോദിച്ചില്ല, എന്തേ പാസ്റ്ററെ ഇത്രയും കാലം ഈ കേഴ്സ് ബ്രേക്കിംഗ് നടത്തിയില്ല, മറ്റുള്ളവരുടെ നടത്തം ഇങ്ങനെ നടന്നപ്പോൾ നേരം കിട്ടിയില്ലേ? പക്ഷേ ആ നാളെ പിന്നെയും നീളുകയാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലും ഇദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് രോഗങ്ങൾ ശാപമാണ് എന്നുള്ളത്. തൻ്റെ കാര്യത്തിൽ അത് ബാധകമാണ് എന്നുള്ളത് താൻ തന്നെ ചിന്തിക്കണം. തനിക്ക് രോഗം വരുമ്പോൾ താൻ ഹോസ്പിറ്റലിൽ പോകും, മറ്റുള്ളവർക്ക് രോഗം വരുമ്പോൾ താൻ കേഴ്സ് ബ്രേക്കിംഗ് നടത്തും. കാരണം ആശുപത്രി പോയി കിടക്കുമ്പോൾ കാശ് വേണ്ടേ? അതുണ്ടാക്കണമെങ്കിൽ ഈ കേഴ്സ് ബ്രേക്കിംഗ് നടത്തണ്ടേ? മാത്രമല്ല ഇതിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഏകദേശം 1 വർഷത്തോളം രോഗബാധിതനായി വീട്ടിലിരുന്നു എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള മരണങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണമാണ് എന്ന്. അത് ശാപം കൊണ്ടാണ് എന്ന്. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം, നിങ്ങൾ എത്ര ഈ പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിനോട് യോജിക്കുന്നുണ്ട്? ഇന്നത്തെ പുതിയ തലമുറകൾ ഈ ലൂസിഫർ വർഗീസിൻ്റെ ഈ വിഡ്ഢിത്തരത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം അവർക്ക് പരിജ്ഞാനം കുറവാണ്. പഴയ തലമുറയിലെ പെന്തക്കോസ്തുകാർ ഈ ലൂസിഫർ വർഗീസിൻ്റെ ഈ വിഡ്ഢിത്തരത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളും യോജിക്കുന്നുണ്ട് എങ്കിൽ ഒരു പാവം പിടിച്ച യഥാർത്ഥ പാസ്റ്റർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വേദനിച്ചേനേമായിരുന്നു. ആ പാസ്റ്റർ ആരാണ് എന്ന് ഇന്നത്തെ പുതിയ പെന്തക്കോസ്ത് സമൂഹത്തിന് അറിയില്ല. പക്ഷേ പഴയ ഒരു തലമുറയുണ്ടായിരുന്നു, അവർക്കറിയാം ആ പാസ്റ്റർ ആരായിരുന്നു എന്നുള്ളത്. ക്രിസ്തീയ ഗാനശാഖയ്ക്ക് 350ഓളം ഗാനങ്ങൾ സംഭാവന ചെയ്ത വെറും 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. 11 മക്കളിൽ 8 പേരെയും ഒന്നിനു പുറകെ ഒന്നായി അടർത്തി മാറ്റപ്പെട്ടു.
ലൂസിഫർ വർഗീസിനെ പോലെയുള്ള പാസ്റ്റർമാർ പറയും ഇത് ശാപമാണ് എന്ന്. പക്ഷെ CS മാത്യു എന്ന് പറഞ്ഞ് ആ പാസ്റ്റർക്ക് അറിയാമായിരുന്നു ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന്. അതുകൊണ്ട് അദ്ദേഹം എഴുതി, എൻ പ്രിയനെ പോൽ സുന്ദരനായിട്ട് ആരെയും ഞാൻ ഈ ഉലകിൽ കാണുന്നില്ല. അതുപോലെ തന്നെ പ്രത്യാശ വർദ്ധിക്കുന്ന എൻ പ്രാണനാഥനെ പ്രാവിൻ ചിറക് നീ ഏകിയെങ്കിൽ. അങ്ങനെ തുടങ്ങി 350ഓളം ഗാനങ്ങളാണ് പാസ്റ്റർ CS മാത്യു നമ്മൾക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു, ഒന്നിനു പുറകെ ഒന്നായിട്ട് 11 മക്കളിൽ 8 പേരെയാണ് ദൈവം ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുത്തത്. ഞങ്ങളെപ്പോലെയുള്ളവർ ആത്മാഭിമാനത്തോടെ ഇതുപോലത്തെ പാസ്റ്റർമാർ ഈ പെന്തക്കോസ്ത് തലത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വെറും ലൂസിഫർ വർഗീസിനെ പോലെയുള്ളവർ നിങ്ങളുടെ ഈ പെന്തക്കോസ്ത് തലത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ വിദേശ മലയാളികളായ കുറേ ന്യൂജൻ പെന്തക്കോസ്ത് മലയാളികളാണ് വർഗീസ് എന്ന ദ്രവ്യാഗ്രഹിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ പെന്തക്കോസ്തുകാരനും കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. ഇയാൾക്ക് വേദികൾ ഒരുക്കി കൊടുക്കുന്ന ഓരോ പെന്തക്കോസ്തുകാരനും ലജ്ജിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ലൂസിഫർ വർഗീസ് ഇവിടെ അവകാശപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ ഫോളോ ചെയ്തു പോരുന്നത്. അതുപോലെ തന്നെ ലൂസിഫറിന് പോലും ഒരു കുറ്റം പോലും തന്നിൽ ആരോപിക്കാൻ കഴിയാത്ത വിധമാണ് താൻ ജീവിക്കുന്നത്. ആ കാര്യത്തിൽ മാത്രം എനിക്ക് സംശയമില്ല. കാരണം ലൂസിഫറിന് ഇദ്ദേഹത്തിൽ കുറ്റം ആരോപിക്കാൻ കഴിയില്ല. കാരണം ലൂസിഫറിന് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളിന് എന്ത് കുറ്റമാണ് ലൂസിഫർ കണ്ടുപിടിക്കാൻ പോകുന്നത്? എനിക്ക് ഈ ലൂസിഫർ വർഗീസിനോട് ചോദിക്കാനുള്ളത്, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിൻ്റെ മാർഗമാണ് ഇദ്ദേഹം പിന്തുടരുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാകും? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്ത തൻ്റെ ശത്രു എന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലൂസിഫർ പാസ്റ്റർ വിളിക്കുന്നത് ശപിക്കപ്പെട്ടവനെന്നാണ്. എൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്ന 5ഓളം എഞ്ചിനീയറിംഗ് ബിരുദം, ഹോണറി ഡോക്ടറേറ്റ്, ജൂനിയർ സയൻറ്റിസ്റ്റുമാണ് എന്നാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബെന്തക്കോസ്ത് മലയാളി ബെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ. അപ്പോൾ ഇത്രയും പ്രൗഢിയും പത്രാസുമുള്ള അല്ലെങ്കിൽ ഇത്രയും പട്ടങ്ങൾ ചാർത്തി കിട്ടിയ ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നുള്ള ഓർക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി ബെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പ്രത്യേക ചെയർ ഉറപ്പാണ്. അതുപോലെ തന്നെ സ്വന്തം സഭയിൽ നിന്ന് ആൾക്കാർ മറ്റൊരു പാസ്റ്ററിൻ്റെ സഭയിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ആ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞത്, പാസ്റ്ററെ, പേട്ട് തേങ്ങകളാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പിറക്കി കളയാനായിട്ട് കൂട്ടിയിട്ടിരുന്ന പേട്ട് തേങ്ങകളാണ് അങ്ങോട്ട് വന്നിരിക്കുന്നതെന്നാണ്. ആരുടെ മകനാണ് ഈ പറയുന്നത്? ഈ പറയുന്നത് 5ഓളം എഞ്ചിനീയറിംഗ് ബിരുദവും ഹോണറി ഡോക്ടറേറ്റ്, ജൂനിയർ സയൻറ്റിസ്റ്റുമായ ലോകത്തിലെ അല്ലെങ്കിൽ ഭൂലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററിൻ്റെ മകനാണ് പറയുന്നത്. ഈ മകൻ്റെ വിദ്യാഭ്യാസവും വിദേശ രാജ്യങ്ങളിലാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ചോദ്യം, തലയ്ക്കകത്ത് വെളിച്ചമുള്ള ഏതെങ്കിലും പെന്തക്കോസ്ത് സമൂഹത്തിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തോട് യോജിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. മിനിമം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു ഹൃദയമെങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ മിനിമം ഈ പെന്തക്കോസ്ത് തലത്തിൽ നിന്ന് പുറത്തു പോവുക. പാപപ്പെട്ട വിശ്വാസികൾ വിയർത്തും പണിയെടുത്തും ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് ദശാംശം കൊണ്ട് കൊടുത്ത് MA വർഗീസിനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബത്തെയും വളർത്തി. ഈ വിശ്വാസികളെയാണ് ഈ ലൂസിഫർ കൊട്ടത്തേങ്ങ, പേട്ട് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. ഇതേ മകൻ തന്നെയാണ് ഇയാളുടെ സഭയിലെ വിശ്വാസികളെ ഇതിനു മുൻപ് പന്നം പിടിച്ചവരെന്ന് വിളിച്ചത്. ഏതായാലും ഒട്ടും നികളഭാവമില്ല. ഒരു കൂട്ടം അടിമ വിശ്വാസികളുടെ മുമ്പിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ പന്നം പിടിച്ചവരെന്നും പിച്ചക്കാശെന്നും പറഞ്ഞ് പ്രസംഗിച്ച ഈ ലൂസിഫറാണ് പിന്നീട് ന്യായീകരണമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പിച്ചക്കാശെന്ന് പറഞ്ഞിട്ടില്ല, പന്നം പിടിച്ചവരെന്ന വാക്ക് ഒട്ടിച്ചു ചേർത്തതാണ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ലൂസിഫർ വർഗീസ് പാസ്റ്ററെ, തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ട് തലയിൽ വെളിച്ചമില്ലാത്തവർ അല്ലെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള അടിമക്കുഞ്ഞാടികളാണ് കേരളത്തിൽ മുഴുവനെന്നും താങ്കൾ വിശ്വസിക്കരുത്. ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, ഇങ്ങനെ ഒരാൾക്ക്
ഇങ്ങനെ വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ ഇങ്ങനെ കള്ളത്തരങ്ങളും നികളഭാവവും കാണിച്ച് സംസാരിക്കാൻ കഴിയുന്നു? എല്ലാവരെയും താങ്കൾക്ക് പറഞ്ഞ് പറ്റിക്കാം പാസ്റ്ററെ, പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ കഴിയത്തില്ല. താങ്കളുടെ സഭയിൽ നിന്ന് ആൾക്കാർ വിട്ടുപോയാലും അവർ മാറി ഒരു സഭ തുടങ്ങിയാലും അവർ പൈശാചികന്മാരാണ്, പേട്ട് തേങ്ങകളാണ്. പാവങ്ങളുടെ ദശാംശത്തെയും സ്തോത്രകാഴ്ചയും പിച്ചക്കാശ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് അപമാനിച്ച നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഭിക്ഷയ്ക്കും പിച്ചയ്ക്കും രണ്ട് അർത്ഥങ്ങളാണ്. അതുകൊണ്ട് മോശമായിട്ടുള്ള ആ പദങ്ങളൊന്നും പുള്ളി ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, അമ്മാവന് അടുപ്പിലുമാകാം. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ അടിമക്കുഞ്ഞാടികൾ വിശ്വസിച്ചോണം. അതുപോലെ തന്നെ ഇദ്ദേഹം അവകാശപ്പെടുന്നത് പൗലോസിൻ്റെ കൂട്ട് അധ്വാനിച്ചാണ് ഇദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് അധ്വാനമാണ് ഇവിടെ നടത്തുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് പൗലോസ് 1-ാം കെട്ടിലെയും വർഗീസ് പാസ്റ്റർ 2-ാം കെട്ടിലെയും അല്ല. അതുകൊണ്ട് ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന പൗലോസായ ലൂസിഫർ വർഗീസ് വളരെയധികം അധ്വാനിച്ചും കഷ്ടപ്പെട്ടും കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എന്ത് അധ്വാനമാണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ പേരിൽ കുറേ കള്ളങ്ങളും തള്ളുകളും കൊണ്ട് മൊണ്ണകൾക്ക് കൊണ്ട് വിറ്റ് കാശുണ്ടാക്കുന്നു. ആ കാശ് കൊണ്ട് തൻ്റെ സ്വന്തം സഭ വളർത്തുന്നു. ഇങ്ങനെയാണോ പൗലോസ് കള്ളങ്ങളും തള്ളുകളും പറഞ്ഞ് കാശുണ്ടാക്കിയാണോ തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നുള്ളത് ആവശ്യമുള്ളവർക്ക് വിശുദ്ധ തിരുവചനം പരിശോധിച്ച് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. തൻ്റെ പേരിൽ യാതൊരു സ്വത്തും ഈ ഭൂമിയിലില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എൻ്റെ ലൂസിഫർ വർഗീസ് പാസ്റ്ററെ, താങ്കളുടെ എന്നല്ല, ഈ ദൈവത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കുന്ന ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ഒരു പാസ്റ്റർമാരുടെയും പേരിൽ ഒന്നും കാണില്ല. കൊള്ളക്കാരന്മാരെ എങ്ങനെ കൊള്ളയടിക്കണമെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ കൊള്ളയടിച്ച നിധികൾ എവിടെ കൊണ്ട് എങ്ങനെ ഒളിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണോ ഇവരെ? നിങ്ങളുടെ ഈ ഭൂലോകത്തിലെ വലിയ സഭയുടെ ബോർഡ് അംഗങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നവരും ആരൊക്കെയാണ്? ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ഇരുത്തത്തില്ലല്ലോ. അപ്പോൾ ഇതാ ഇവരുടെയൊക്കെ പേരിൽ, ഈ സഭയുടെ പേരിലും അല്ലേ, സഭയുടെ പേരിലാകുമ്പോൾ ചോദ്യങ്ങളില്ലല്ലോ. അല്ല, അങ്ങനെയല്ല എങ്കിൽ അവിടെ വരുന്ന ഓരോ വിശ്വാസികളുടെ പേരിലും, അല്ലെങ്കിൽ ഇനിയും ജനിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവിടെ ഇനിയും വരാൻ പോകുന്ന വിശ്വാസികളുടെ പേരിലും താങ്കൾ ഈ സഭ എഴുതി വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ അവർക്ക് വീതിച്ചു കൊടുക്കുക. അങ്ങനെയല്ലേ ഒരു യഥാർത്ഥ സഭ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയല്ലേ ഒരു യഥാർത്ഥ കൂട്ടായ്മ ആചരിക്കേണ്ടത്? വിശുദ്ധ തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ ഉള്ളത് എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ടു എന്നുള്ളതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയോ ഇല്ലാത്തവൻ്റെ പിടിച്ചു പറിച്ചു മേടിച്ച് ജീവിക്കുന്നു. അത് എന്താണ്? പന്നം പിടിച്ചവൻ്റെ പിച്ചക്കാശ്, പേട്ട് തേങ്ങയുടെ കാശ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ പറ്റിയും യൂട്യൂബുകാരെ പറ്റിയും കുറ്റം പറയാൻ വരുമ്പോൾ താങ്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. താങ്കളുടെ ഒഫീഷ്യലായിട്ടുള്ള ആ യൂട്യൂബ് ചാനലുകൾ, ഒന്നിൽ കൂടുതലുള്ള ചാനലുകളുണ്ടല്ലോ, അതെല്ലാം താങ്കൾ ആദ്യം ക്ലോസ് ചെയ്യണം. താങ്കളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് അക്കൗണ്ടും ഈ സഭയുടെ പേരിലുള്ളത് ക്ലോസ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലുള്ളത് ക്ലോസ് ചെയ്യണം. കാരണം താങ്കൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരിക്കുന്നവരാരും ദൈവദാസന്മാരല്ല എന്നുള്ളതാണ്. താങ്കൾക്കാകാമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ താങ്കൾ പറയും താങ്കൾക്കാകാം, കാരണം അമ്മാവന് അടുപ്പിലുമാകാം. ഒറ്റ ചോദ്യം ഈ പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരോടാണ്, ആത്മാഭിമാനം ഉള്ളവരോട്. എത്ര കാലം ഇദ്ദേഹം അഭിഷിക്തനാണെന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് നടക്കും? വിദേശത്ത് താമസിക്കുന്ന ബന്ധക്കോസ്ത് മലയാളികളോടും കൂടിയാണ് ഈ ചോദ്യം. എത്ര നാൾ നിങ്ങൾ നിങ്ങളുടെ കാശ് കൊടുത്ത് ഇദ്ദേഹത്തിനെ വളർത്തും? ഒരു ലൂസിഫറിനെ വളർത്തുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുക പ്ലീസ്. ഇതുപോലെയുള്ള ലൂസിഫർമാരെ വിളിച്ച് അവിടെ കൊണ്ട് വെറുതെ വായി തോന്നുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ച് പറയിപ്പിക്കരുത്. ഞാൻ അമേരിക്കൻ മലയാളികളോടാണ് പറയുന്നത്. കാരണം ഇദ്ദേഹം അമേരിക്കയിൽ ഇരുന്നാണ് ഈ വിടുവായിത്തരങ്ങളൊക്കെ പറഞ്ഞത്. അതായത് നിങ്ങൾ പ്ലെയിൻ ടിക്കറ്റൊക്കെ അയച്ചു കൊടുത്തായിരിക്കുമല്ലോ അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നത്. അതുകൊണ്ട് ഒരു വട്ടം കൂടി ചിന്തിക്കുക, ഈ അഭിഷക്തൻ ഞങ്ങളുടെ അഭിഷക്തൻ തന്നെയാണോ എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.